പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് നമുക്കറിയാം. 27 പുസ്തകങ്ങളെ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. അടിസ്ഥാനപരമായി വേദപുസ്തകം എന്ന് പറയുമ്പോൾ ഏതൊരു ദൈവമക്കളും അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധ്യമുള്ളവരാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. വേദപുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ 66 പുസ്തകങ്ങൾ അടങ്ങിയതാണ് വേദപുസ്തകം. 66 പുസ്തകങ്ങൾ അങ്ങനെ എടുത്തു പറയാനുണ്ട്. കാരണം 72 പുസ്തകങ്ങൾ അടങ്ങിയ മറ്റൊരു ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന ബൈബിൾ 72 പുസ്തകങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ അകത്ത് 66 പുസ്തകങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകുവാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. 66 പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അത് BC 1500 മുതൽ AD 100 വരെയുള്ള 1600 പരം വർഷങ്ങൾ കൊണ്ട് 40ഓളം എഴുത്തുകാർ 41 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്ന് എഴുതിയ പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. എന്നാൽ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ കൃത്യമായി വായിച്ചു വരുന്ന ഒരു ദൈവമക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം 40 എഴുത്തുകാര് 41 സ്ഥലങ്ങളിൽ ഇരുന്ന് എഴുതിയതാണെന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം സ്തോത്രം, ഒരു വ്യക്തി തന്നെ ഒരേ സ്ഥലത്തിരുന്ന് എഴുതി തീർത്ത ഒരു പുസ്തകമായിട്ട് തോന്നുകയുള്ളൂ. കാരണം 40 എഴുത്തുകാർ എന്ന് പറയുമ്പോൾ എല്ലാ എഴുത്തുകാരുടെയും ശൈലി ഒരുപോലെയല്ല. അവരുടെ ഭാഷകൾക്ക് വ്യത്യാസമുണ്ട്, അവരുടെ സാഹിത്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അവരുടെ എഴുത്തുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ പുസ്തകങ്ങളും എഴുതുമ്പോൾ തന്നെ അത് വായിക്കുന്നവർക്ക് അതിന്റെ വ്യത്യസ്തത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നതുപോലെ തന്നെ വേദപുസ്തകം 40 എഴുത്തുകാരും 41 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്ന് 1600 നീണ്ട വർഷങ്ങൾ കൊണ്ടാണ് ഈ പുസ്തകം എഴുതി തീർത്തതെങ്കിലും ഇത് വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാള് ഒരു സ്ഥലത്തിരുന്ന് എഴുതിയ പുസ്തകമായിട്ടാണ് വേദപുസ്തകത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്? അതായത് വേദപുസ്തകത്തിന്റെ യഥാർത്ഥ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം, യഹോവയായ ദൈവം 40 എഴുത്തുകാരുടെ കരങ്ങളിൽ കൊടുത്ത ആ സ്വർഗീയ തൂലിക ചലിച്ചപ്പോൾ ഉളവായി വന്ന പുസ്തകങ്ങളാണ് ഈ 66 പുസ്തകങ്ങൾ. അതുകൊണ്ട് ഇതിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം വ്യത്യസ്തരായ എഴുത്തുകാരെ കൊണ്ട് ഈ പുസ്തകം എഴുതിപ്പിച്ചെങ്കിലും അവരോടെല്ലാം ഈ വചനം പറഞ്ഞു കൊടുത്തത് ദൈവമായതുകൊണ്ടാണ് ഇത് ഒരാള് എഴുതിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു 4 ഭാഗമായിട്ട് നമുക്ക് ഈ പുസ്തകത്തെ തിരിക്കാൻ കഴിയും. 1 സുവിശേഷങ്ങൾ, 2 ചരിത്ര പുസ്തകം, 3 ലേഖനങ്ങൾ, 4 പ്രവചന പുസ്തകം. ഇങ്ങനെയാണ് ഈ പുസ്തകത്തെ വേദപണ്ഡിതന്മാർ പഠന സൗകര്യത്തിന് വേണ്ടി തിരിച്ചിരിക്കുന്നത്. അതിൽ 1ാമത്തെ ഭാഗം സുവിശേഷങ്ങളാണ്. 4 സുവിശേഷങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. 2ാമത്തെ ഭാഗം ചരിത്ര പുസ്തകമാണ്. പുതിയ നിയമത്തിലുള്ള ഏക ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തി ഒരു ചരിത്ര പുസ്തകം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെയോ ലോകത്തിന്റെയോ ഒരു പ്രത്യേക ജനതയുടെ ചരിത്രമല്ല, മറിച്ച് ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്തുവിലൂടെ ഉത്ഭവിച്ച 1ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ തുടങ്ങി വെച്ച ദൈവസഭയുടെ പ്രാരംഭകാല ചരിത്രമാണ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ ലഭ്യമാകുന്നത്. 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലേഖനമാണ്. ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 പുസ്തകങ്ങൾ ലേഖനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 4ാമത്തെ ഭാഗം പ്രവചന പുസ്തകമാണ്. പുതിയ നിയമത്തിലുള്ള ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇനി നമ്മൾ വായിച്ചത് ലേഖനത്തിൽ നിന്നായതുകൊണ്ട് 1-2 കാര്യങ്ങൾ ആമുഖമായി ലേഖനത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വായിച്ച തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടെത്തിക്കുവാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിലെ ഈ ലേഖനങ്ങൾ അല്ലെങ്കിൽ 21 ലേഖനങ്ങൾ 5 പേരാലാണ് എഴുതപ്പെട്ടത്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, യൂദ, ഇങ്ങനെ 5 പേരാണ് ഈ 21 ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. അതിൽ 14ഓളം ലേഖനങ്ങൾ, അതായത് എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ടതാണ്. എന്താണ് എബ്രായ ലേഖനം ഉൾപ്പെടെ എന്ന് ഞാൻ പറയാൻ കാരണം? സാധാരണ അങ്ങനെയാണ് ദൈവദാസന്മാരൊക്കെ
പറയുന്നത് എന്ന് എബ്രായ ലേഖനം ഉൾപ്പെടെ എന്ന് പറയാൻ കാരണം എബ്രായ ലേഖനത്തിന്റെ തലക്കെട്ടിൽ എബ്രായ ലേഖന എഴുത്തുകാരനെ കുറിച്ച് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും പഠിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം, ഇങ്ങനെ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും പൗലോസിന്റെ പേര് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എബ്രായ ലേഖനത്തിന്റെ അകത്ത് എബ്രായർക്ക് എഴുതിയ ലേഖനം എന്നേ ഉള്ളൂ. ലേഖന കർത്താവിനെ കുറിച്ചുള്ള ആമുഖങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് ആ ലേഖനം ആരാണ് എഴുതിയത് എന്നുള്ള ഒരു വ്യത്യസ്തമായ വാദഗതികൾ വേദ പണ്ഡിതന്മാരുടെയിലുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചുള്ള വിവിധമായ പഠനശേഷം അത് പൗലോസിനാൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് എന്നാണ് നല്ലൊരു ഭാഗം വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ലേഖനങ്ങളെ കുറിച്ച് പറയാനുണ്ടെങ്കിലും അവിടേക്ക് ഇന്ന് രാത്രി ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഒരു ആമുഖ ചിന്തയായിട്ട് ഇത്രത്തോളം കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഓരോ ലേഖന കർത്താക്കളും അവരുടെ ലേഖനങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കേന്ദ്രീകൃതമായ ഓരോ വിഷയങ്ങളുണ്ട്. ഓരോ ലേഖകന്മാരും അവരുടെ ലേഖനങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താണ് എഴുതിയിരിക്കുന്നത്. അതായത് പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ ഉടനീളം അദ്ദേഹം പറയുന്നത് പ്രത്യാശ എന്നുള്ള വിഷയമാണ്. പ്രത്യാശ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൗലോസിന്റെ എഴുത്തുകളിൽ നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച്, അതായത് 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയുണ്ട് നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ഇങ്ങനെ പ്രത്യാശ എന്ന വിഷയത്തെ കുറിച്ച് ആവർത്തിച്ച് പത്രോസിന്റെ ലേഖനത്തിലുള്ളത് കൊണ്ട് അദ്ദേഹത്തെ വേദപണ്ഡിതന്മാർ പ്രത്യാശയുടെ അപ്പോസ്തലൻ എന്നാണ് വിളിക്കുന്നത്. ഇനി യോഹന്നാൻ എഴുത്തുകളിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ ലേഖനങ്ങളിൽ ഉടനീളം നമ്മൾ കാണുന്നത് സ്നേഹം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം തന്നെ എന്നുള്ളത് യോഹന്നാന്റെ 1-ാം ലേഖനത്തിലാണ് കാണുന്നത്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു തുടങ്ങി ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും, സഹോദരനെ പകയ്ക്കുകയും ചെയ്താൽ അവൻ കള്ളനാകുന്നു. അപ്പോൾ യോഹന്നാന്റെ ലേഖനങ്ങളിൽ ഉടനീളം നമ്മൾ കാണുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. അതുകൊണ്ട് യോഹന്നാനെ വേദപണ്ഡിതന്മാർ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് വിളിക്കുന്നത്. ഇനി പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ പൗലോസ് കേന്ദ്രീകൃതമായി ഉപയോഗിച്ചിരിക്കുന്ന വിഷയം വിശ്വാസം എന്നുള്ളതാണ്. റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടെന്ന് തുടങ്ങി ഓരോ ലേഖനങ്ങളിലും വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഊന്നി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ വിശ്വാസത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് പറയുന്നത്. ഇനി യാക്കോബ് ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബ് പറയുന്നു വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി കൂടെ ഉണ്ടാകണം. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവമാണ്, ചത്തതാണ്. അപ്പം വിശ്വാസം മാത്രം പോരാ, വിശ്വാസം പ്രവൃത്തി കൊണ്ട് തെളിയിക്കപ്പെടണം എന്നുള്ള ഒരു വിഷയത്തെയാണ് ഇവിടെ യാക്കോബ് കേന്ദ്രീകരിക്കുക. അതുകൊണ്ട് പ്രവൃത്തിയുടെ അപ്പോസ്തലൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇനി യൂദയുടെ ലേഖനത്തിൽ 1 അധ്യായങ്ങൾ മാത്രമേ ഉള്ളെങ്കിലും അദ്ദേഹം വിവിധ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നിരവധി ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് തന്റെ ലേഖനം എഴുതിയിരിക്കുന്നത്. ഒരുപാട് വിശ്വാസത്തിന് വിരോധമായി പൊങ്ങി വന്ന ദുരുപദേശങ്ങളെ വളരെ ശക്തമായി എതിർക്കുകയും അതിന് വിപരീതമായി തന്റെ ലേഖനം എഴുതുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ ദുരുപദേശ ഖണ്ഡന അപ്പോസ്തലൻ എന്നാണ് വേദപണ്ഡിതന്മാർ വിളിക്കുന്നത്. അപ്പോൾ പത്രോസിനെ പ്രത്യാശയുടെ അപ്പോസ്തലനായും പൗലോസിനെ വിശ്വാസത്തിന്റെ അപ്പോസ്തലനായും യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായും യാക്കോബിനെ പ്രവൃത്തിയുടെ അപ്പോസ്തലനായും യൂദയെ ദുരുപദേശ ഖണ്ഡന അപ്പോസ്തലനായും വേദപണ്ഡിതന്മാർ വിസ്തരിച്ച് അല്ലെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ വായിച്ച എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനത്തിന്റെ എഴുത്തുകാരൻ അപ്പോസ്തലനായ പൗലോസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. പൗലോസിന്റെ ലേഖനങ്ങളിൽ 4 ലേഖനങ്ങളോളം കാരാഗ്രഹ ലേഖനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എഫേസ്യ ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണ്. എന്താണ് എഫേസ്യ ലേഖനത്തെ കാരാഗ്രഹ ലേഖനം എന്ന് വിളിക്കാൻ കാരണം? പൗലോസ് അപ്പോസ്തലൻ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്താണ് ലേഖനം എഴുതിയത്. അതുകൊണ്ടാണ് അതിനെ കാരാഗ്രഹ ലേഖനം എന്ന് വിളിക്കുന്നത്. എഫേസ്യർ, ഫിലിപ്പർ, കൊലോസ്യർ, ഫിലേമോൻ, ഈ 4 ലേഖനങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് എഴുതിയത്. അതുകൊണ്ട് ഈ ലേഖനങ്ങൾ 4 ലേഖനങ്ങളെയും കാരാഗ്രഹ
കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയതെങ്കിലും പൗലോസിന്റെ മറ്റേതൊരു ലേഖനങ്ങളെക്കാൾ ഈടുറ്റ ലേഖനങ്ങളാണ് എഫേസ്യ ലേഖനവും ഫിലിപ്പിയ ലേഖനവും കൊലോസ്യ ലേഖനവും ഫിലേമോന്റെ ലേഖനവും. അപ്പൊ അങ്ങനെ തന്നെ വളരെ അർത്ഥസമ്പുഷ്ടമായ ആശയങ്ങൾ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പൗലോസ് തന്റെ ലേഖനം എഴുതുന്നത്. പൗലോസ് ഒരു നിസാരക്കാരനായിരുന്നില്ല. പൗലോസ് ആ തലമുറയിൽ അതിശക്തനായ ഒരു ദൈവമനുഷ്യനായിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിന്റെ സത്യങ്ങളിലേക്ക് നാം ചുവട് വെച്ചിറങ്ങി വരുന്നതിന് മുൻപ് അദ്ദേഹം വിശ്വസിച്ചു വളർന്നു വന്ന റോമ യഹൂദ മതത്തിന്റെ പാരമ്പര്യങ്ങളിൽ അടിയുറച്ചു നിന്ന ഒരു മതഭക്തനായിരുന്നു പൗലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുമാർഗക്കാരെ ഏത് തരത്തിലും കൊന്നുമുടിച്ച് ക്രിസ്തുമാർഗത്തെ നിർമൂലമാക്കുവാൻ വേണ്ടി ആവുന്നത്രയും പരിശ്രമിച്ച ഒരു മനുഷ്യനായിരുന്നു ശൗൽ അഥവാ പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ആ മനുഷ്യനെയാണ് പിന്നീട് ക്രൈസ്തവ സഭയുടെ നെടുന്തൂണാക്കി നിർത്തിക്കൊണ്ട് 14 വിലപ്പെട്ട ലേഖനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവാഴമായി സ്തോത്രം പൗലോസിനെ ഉപയോഗപ്പെടുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. പത്രോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ പൗലോസിനെ കുറിച്ച് അന്നത്തെ മഹാപുരോഹിതൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പത്രോസും കൂടെയുള്ള ആളുകളും പത്രോസും യോഹന്നാനും ഒക്കെ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായി ഒരു സാധാരണ മുക്കുവ കുടുംബത്തിൽ നിന്ന് ക്രിസ്തുമാർഗത്തെ പ്രസംഗിക്കുവാൻ വേണ്ടി ക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു പത്രോസ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്ന ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ പത്രോസിന്റെ നിഴല് തട്ടി സൗഖ്യമാകാൻ വേണ്ടി നിരവധി രോഗികളെ പോലും പത്രോസ് പോകുന്ന വഴിയുടെ അരികിൽ കൊണ്ട് കിടത്തത്തക്ക നിലയിൽ പത്രോസിൽ വ്യാപരിച്ച ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഒരു സാധാരണ അവഗണിക്കപ്പെട്ട വിഭാഗത്തിനകത്ത് അക്കാലഘട്ടത്തിൽ നിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു പത്രോസെങ്കിലും ഹല്ലേലൂയ യേശുവിനെ അറിഞ്ഞത് നിമിത്തം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് നിമിത്തം ഹല്ലേലൂയ അനേക ആയിരക്കണക്കിന് ആളുകൾ പത്രോസിന്റെ നിഴൽ തട്ടി സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി കാത്തുകിടന്ന സംഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അവൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ ഒരു മനുഷ്യനെ എത്രത്തോളം പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് പത്രോസ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നും പരിശുദ്ധാത്മാവിന് നമ്മെ പ്രയോജനപ്പെടുത്തുന്നതിന് തടസ്സമല്ല. കഴിവോ കഴിവുകേടുകളോ ദൈവാത്മാവിന് നമ്മെ ഉപയോഗിക്കുന്നതിന് തടസ്സമല്ല. മറിച്ച് ഒരു പത്രോസിനെ പോലെ ദൈവകരങ്ങളിൽ താണിരിക്കുവാൻ ദൈവഗീതത്തിന് ചലിക്കുവാൻ തയ്യാറായാൽ മറ്റുള്ളവർ അത്ഭുതപ്പെടുന്നത് പോലെ നമ്മെ ഉപയോഗപ്പെടുത്തുവാൻ ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തലമുറയിൽ നമ്മെ നിലനിർത്തുവാൻ കരുത്തുള്ള ഒരു ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രി നമുക്കുണ്ടാകട്ടെ. അപ്പോൾ കർത്താവിന് എന്നെയും നിങ്ങളെയും അതിശക്തമായി തലമുറയിൽ ഉപയോഗപ്പെടുത്തുവാൻ കഴിയും. പത്രോസിനെ പോലെ ദൈവഗീതത്തിന് വേണ്ടി വിധേയപ്പെട്ടാൽ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ശ്രേഷ്ഠതകളോ ഒന്നും ഹല്ലേലൂയ ദൈവപദ്ധതിക്ക് തടസ്സമല്ല എന്നുള്ള തിരിച്ചെന്നാൽ പൗലോസിനെ കുറിച്ച് പറയുന്നത് 26-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഫെസ്തോസ് എന്ന മഹാനായ മനുഷ്യൻ പൗലോസിന് പറയുന്നു, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നാ. അപ്പോൾ പത്രോസിനെ പോലെ ആയിരുന്നില്ല പൗലോസ്. ഗമാലിയേൽ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മുൻപിലിരുന്ന് അന്നത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു യൂണിവേഴ്സിറ്റിക്ക് തുല്യമായ അറിവും പാണ്ഡിത്യമുള്ള മനുഷ്യനായിരുന്നു ഗമാലിയേൽ. ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വളരെ ഉയർന്ന ഒരു പഠന ലെവലായിരുന്നത്. അങ്ങനെ ഗമാലിയേലിന്റെ പാഠപീഠത്തിലിരുന്ന് കൃത്യമായി ന്യായപ്രമാണം അഭ്യസിച്ചെടുത്ത അഗാധമായ ന്യായപ്രമാണ പാണ്ഡിത്യമുള്ള ഒരു പരീക്ഷനായിരുന്നു പൗലോസ് എന്ന് താൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധനായ അല്ലെങ്കിൽ വിദ്യാ ബഹുത്വത്താൽ ഭ്രാന്ത് പിടിച്ചെന്ന് പറയത്തക്ക നിലയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു പൗലോസ്. ആ പൗലോസ് ദൈവാത്മാവിന് വിധേയപ്പെട്ടപ്പോൾ ദൈവസഭയുടെ ചരിത്രത്തിൽ മായാത്ത ഓർമ്മയായി ഹല്ലേലൂയ ദൈവത്തിന് പൗലോസിനെ നിലനിർത്തുവാൻ കഴിഞ്ഞു. അതിശക്തമായി പൗലോസ് ദൈവകരങ്ങളിൽ പത്രോസിനേക്കാൾ ശക്തിയോടെ ഉപയോഗിക്കപ്പെടുന്നപ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം, വിദ്യാഭ്യാസമുള്ളവനെയും ഇല്ലാത്തവനെയും ഒരുപോലെ ആത്മാവിന് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതാകട്ടെ
ഏഴ് ശ്രേഷ്ഠാനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിലെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ 7 തൂണുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 5-ാം അധ്യായം പഠിക്കുമ്പോൾ ആത്മനിറവിന്റെ 7 അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 വിധ സർവായുധ വർഗങ്ങളെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഓരോ അധ്യായങ്ങളിലും 7 വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പൗലോസ് തന്റെ ലേഖനം എഴുതിയിരിക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തെ വേദപണ്ഡിതന്മാർ 7കളുടെ പുസ്തകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്രയും പറഞ്ഞ് ലേഖനത്തെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവിടെ അവസാനിപ്പിക്കട്ടെ. വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ വന്ന് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥനകളും പൗലോസിന്റെ പ്രാർത്ഥനയുമായിട്ടുള്ള വലിയൊരു അന്തരമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്കകത്തുള്ള വിഷയങ്ങളല്ല പൗലോസിന്റെ പ്രാർത്ഥന. ഇതിനകത്തൊന്നും പൗലോസിന്റെ ഭൗതികമായ ആവശ്യങ്ങളെ കുറിച്ചോ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചോ തന്റെ കുടുംബത്തെ കുറിച്ചോ തലമുറകളെ കുറിച്ചോ അങ്ങനെയുള്ള ഭൗതികമായ ഒരു വിടുതലിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥനയ്ക്കകത്ത് മുഴുവനുള്ള വിഷയം തന്റെ ആത്മീകതയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ പൗലോസിന്റെ പ്രാർത്ഥനയിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ കേന്ദ്രീകൃതമായി നിൽക്കുന്നത് നമ്മൾ എന്ന് പറയുന്ന വിഷയവും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ വിഷയങ്ങളുമാണ് നമ്മുടെ പ്രാർത്ഥനയിലുള്ളത്. അതൊക്കെ തന്നെ ഭൗതികമായ വിഷയങ്ങളെ കുറിച്ചുള്ള പ്രാർത്ഥനകളാണ്. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളാകാം, തലമുറകളുടെ വിഷയമാകാം, ഭർത്താവിന്റെ വിഷയമാകാം, ഭാര്യയുടെ വിഷയമാകാം, നമ്മുടെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള വിഷയമാകാം, സാമ്പത്തികമായി വഴി തുറക്കുന്നതിനെ കുറിച്ചുള്ള വിഷയമാകാം. ഇങ്ങനെ ഭൗതിക വിഷയത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനകളാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കകത്ത് നിൽക്കുന്നത്. ഒരിക്കലും നമ്മുടെ ആത്മീക വിശാലതയ്ക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാണ്. അത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ വേണ്ടതുപോലെ ദൈവപ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നത്. യേശു പറഞ്ഞില്ലേ, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾ ഭാരപ്പെടുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും. അപ്പോൾ ദൈവിക വിഷയങ്ങളെ കുറിച്ചുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടി, ആത്മീക മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഭൗതിക മണ്ഡലത്തിൽ ഇടപെടുന്നത്. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ വരാം. അതിന്റെ 17, 18, 19 വാക്യങ്ങളാണല്ലോ ഇവിടെ വായിച്ചത്. അതിൻ്റെ അകത്ത് ഒരു ചെറിയ വിഷയത്തെ, ചെറിയ വിഷയമല്ല വലിയ വിഷയമാണ്, അതിനെ ഒന്ന് ചെറുതാക്കിക്കൊണ്ട് മാത്രം ചെറിയതായിട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ്, സമയമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വേഗത്തിൽ വരാം. ഇന്ന് രാത്രിയിലെ കേൾവി നമ്മുടെ ഹൃദയങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ ആത്മീക മനുഷ്യൻ ഒന്നുകൂടെ ഉണർന്ന് പുറത്തു വരുവാൻ നിമിത്തമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ 17-ാമത്തെ വാക്യം നിങ്ങളെ വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം നിങ്ങളുമായി ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന്. സ്തോത്രം. പല കാര്യങ്ങളുണ്ട്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. 1, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. 2, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്ന് അറിയണം. 3, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് അറിയണം. ഈ 3 കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അറിയണമെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം എന്നുള്ളതാണ് പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് പറയുന്നത്. സ്തോത്ര. ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. അതിന് മുൻപ് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള അഥവാ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. 2 കാര്യങ്ങളാണ്. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് പരിജ്ഞാനം. അതിനെക്കുറിച്ച് വിവിധമായ നിലയിൽ ദൈവദാസന്മാർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ജ്ഞാനവും പരിജ്ഞാനവും എന്നാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ കീഴിലുള്ള ഏത് വിഷയങ്ങളെ കുറിച്ചുള്ള അറിവിനും ജ്ഞാനം എന്ന് നമുക്ക് പറയാൻ കഴിയും. ആകാശത്തിന്റെ കീഴിലുള്ള ഏത് വിഷയങ്ങളെ കുറിച്ച് അറിവുള്ള വ്യക്തിയും ജ്ഞാനിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അല്പം കൂടെ വ്യത്യസ്തമാണ്. പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിനാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിനാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പരിജ്ഞാനമില്ലായ്കയാൽ ജനം തെറ്റിപ്പോകും എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൃത്യമായി ലഭിക്കാതെ പോകുന്നത് കൊണ്ടാണ് മനുഷ്യൻ തെറ്റിപ്പോകുന്നത്.
ദൈവത്തെ കുറിച്ച് അറിയുന്നതിനാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ പറയുന്നത് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പം ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം, ഹൃദയത്തിന്റെ കണ്ണ് പ്രകാശിക്കണം. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഇന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്താണ് സംഭവിക്കേണ്ടത്? ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന്. അപ്പൊ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. ഒരു നല്ല ഭാഗം ദൈവമക്കൾക്കും അറിയാത്ത ഒരു വിഷയമാണ്. എന്തിനാണ് ദൈവം എന്നെ വിളിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിളിയാനുള്ള ആശയം എന്താണ്? ഒരുപക്ഷെ നമ്മളൊക്കെ ദൈവത്തെ വിളിച്ചിറങ്ങി വന്നതിന്റെ അകത്ത് പല ഉദ്ദേശങ്ങൾ ഉണ്ടാകാം. ഓരോ ദൈവമക്കളും അല്ലെങ്കിൽ ദൈവദാസന്മാരൊക്കെ ദൈവത്തിലേക്ക് വരുമ്പോൾ അവർക്കൊക്കെ ഓരോ ഉദ്ദേശങ്ങൾ ഉണ്ടാകും. ചില ആളുകൾ മാരകമായ രോഗത്തിന്റെ അടിമയാകുമ്പോൾ യേശുവിലേക്ക് വന്നാൽ രോഗസൗഖ്യം കിട്ടുമെന്നറിയുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നതിന്റെ നമ്മുടെ ഉദ്ദേശം രോഗശാന്തിയാണ്, രോഗസൗഖ്യമാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സംതൃപ്തരായി. പിന്നെ ചില ആളുകൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്നെ സഭയോട് ചേർന്നങ്ങ് നിൽക്കും. നമ്മുടെ ആഗ്രഹം സൗഖ്യമായിരുന്നു, അത് നമുക്ക് ലഭിച്ചു. ചില ആളുകൾക്ക് സാമ്പത്തിക ബാധ്യത നിമിത്തം ആത്മഹത്യ ചെയ്യത്തക്ക നിലയിൽ ആയിരിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ച് കേട്ടിട്ട് കർത്താവിലേക്ക് വന്നാൽ ആ ബാധ്യത മാറും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിലേക്ക് വരുന്നത് ആ സാമ്പത്തിക വിഷയത്തിൽ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടിയാണ്. ഇനി മറ്റു ചില ആളുകൾ കുടുംബ കലഹം, കുടുംബ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിമിത്തം കുടുംബ ബന്ധം തകർന്ന് തരിപ്പണമായി കഴിയുമ്പോൾ കുടുംബം ശിഥിലമായി പോയ ആ കുടുംബം ഒന്ന് പണിതെടുക്കാൻ വേണ്ടിയാകാം ചില വ്യക്തികൾ കർത്താവിലേക്ക് വരുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയും യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ ആ വ്യക്തികൾക്ക് ദൈവത്തിലേക്ക് വരുന്നതിന്റെ അകത്ത് ചില ഉദ്ദേശങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഏതൊരു വ്യക്തിയെയും കർത്താവ് വിളിക്കുമ്പോൾ ആ വിളിക്കകത്തുള്ള ചില ദൈവിക ഉദ്ദേശങ്ങളുണ്ട്. ആ ദൈവിക ഉദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. 119 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അക്ഷരികമായി ഒരു ജ്ഞാനമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് വേദപുസ്തകം അതിൻ്റെതായ നിലയിൽ ഗ്രഹിക്കണമെന്നില്ല, ബോധ്യമാകണമെന്നില്ല. വേദപുസ്തകത്തിന്റെ ശരിയായ ദൈവപ്രവർത്തികൾ ഒരു മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ വേദപുസ്തകം പറയുന്നു അവന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എങ്ങനെയാ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 4:4 ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 4:4 വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുക. അപ്പം അവിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് പിശാച് കുരുടാക്കി വെച്ചിരിക്കുക. എന്തിനാണ് കുരുടാക്കിയത്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അവരുടെ ഹൃദയങ്ങളിൽ ശോഭിക്കാതിരിപ്പാൻ. സ്തോത്രം. അപ്പം ഏതൊരു മനുഷ്യന്റെയും ഹൃദയം ശോഭിക്കാതിരിപ്പാൻ, അവരുടെ ഹൃദയം പ്രകാശിക്കാതിരിപ്പാൻ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം, അതായത് പിശാച്, മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ കുരുട്ട് കണ്ണുകളെ തുറക്കുന്നത് ദൈവമാണ്. ദൈവം ഒരു മനുഷ്യന്റെ ഹൃദയം തുറക്കാതെ, ഒരു മനുഷ്യന്റെ ഹൃദയം പ്രകാശിപ്പിക്കാതെ ആർക്കും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, പൗലോസ് പുഴവക്കത്ത് പ്രസംഗിക്കുമ്പോൾ ലുദിയായുടെ ഹൃദയം ദൈവം തുറന്നു. അവളുടെ ഹൃദയദൃഷ്ടി ദൈവം പ്രകാശിപ്പിച്ചപ്പോഴാണ് ആ സുവിശേഷം അവൾ കൈക്കൊള്ളുകയും പൗലോസിനെയും കൂടെയുള്ളവരെ വീട്ടിൽ അവൾ കൈക്കൊണ്ട് ഭക്ഷണം കൊടുക്കുകയും അവൾ സ്നാനപ്പെടുകയൊക്കെ ചെയ്തത്. അവളുടെ ഹൃദയം ദൈവം തുറന്നു, ഹൃദയദൃഷ്ടി ദൈവം പ്രകാശിപ്പിച്ചു എന്നുള്ളതാ. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ദൈവം എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? ന്യായമായ ഒരു ചോദ്യമാണ്. എന്തിനാണ് ദൈവം എന്നെ വിളിച്ചത്? പ്രൈസ് ദി ലോർഡ്. എന്ത് നമുക്കതിന്റെ മറുപടി പറയാൻ കഴിയും?
എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവമക്കളോട് ആത്മനിയോഗത്തിൽ ഞാൻ ചോദിക്കുന്നു, എന്തിനു വേണ്ടിയാണ് കർത്താവ് എന്നെ വിളിച്ചത്? അതൊരു ചോദ്യമാണ്. എന്തു പറയും? സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം ഒന്നെടുക്കാമോ? പത്രോസിന്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം. സ്തോത്രം. 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് പരസ്യമായി വായിക്കാമോ? 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ദേവഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പത്രോസ് പറയുന്നത്. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ദൈവഭക്തിയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അത് പത്രോസ് പറയുന്ന കാര്യം. നമ്മളിലുള്ള ആ പ്രത്യാശയെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ, എനിക്കറിയില്ല, ദൈവദാസനോട് ചോദിച്ചിട്ട് പറയാം, ദൈവദാസന് നമ്പർ കൊടുക്കാം. നമ്പർ അങ്ങനെയല്ല. ഏതൊരു വ്യക്തിയും നമ്മളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായമായി ചോദിക്കുന്നവനോട് പ്രതിവാദം പറയാൻ ഒരുങ്ങിയിരിക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സ്തോത്രം, എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്? ആ വിളിയാലുള്ള ദൈവത്തിന്റെ ആശയം എന്താണ്? പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അപ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ അറിയേണ്ട ഒരു കാര്യം, എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയത്, ദൈവം നമ്മെ വിളിച്ചതിന് 6 ഉദ്ദേശങ്ങളാണ് എനിക്ക് ദൈവം ബോധ്യപ്പെടുത്തുന്നത്. 6 കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്? 6 വിധത്തിലുള്ള ആശ, ഇഷ്ടം, ആഗ്രഹം വിളിക്കുന്നവനെ കുറിച്ച് ദൈവത്തിനുണ്ട്. 6 കാര്യങ്ങൾ കമ്പിവാതകം പോലെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? ഒന്നാമത്തെ കാര്യം 1 കൊരിന്ത്യർ 1:9. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ കാണുന്നു, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിശ്വസ്തൻ നിങ്ങളെ വിളിച്ച ദൈവം. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? ഇതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയ്ക്കാണ് ദൈവം നമ്മെ വിളിച്ചത്. സ്തോത്രം. എന്തിനാണ് ദൈവം എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ. നമ്മള് സാധാരണഗതിയില് ഇവിടെ നമ്മുടെ കോട്ടയത്തൊക്കെയുള്ള ആളുകൾ എവിടെ ഒരു ബൈബിളൊക്കെ ആയിട്ട് പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുന്നു എവിടെ പോയെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ കൂട്ടായ്മയ്ക്ക് പോവാന്ന് പറയും. കൂട്ടായ്മ എന്നുള്ള അല്ലെങ്കിൽ ഫെലോഷിപ്പ് എന്നുള്ള പദം കൂടുതൽ ഉപയോഗിക്കുന്നത് കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികളാണ് കൂടുതൽ കൂട്ടായ്മക്കാരെന്നൊക്കെ പറയുന്നത്. നമ്മള് സഭയിൽ പോവാണെന്നോ ചർച്ചിൽ പോവാണെന്നോ ഹാളിൽ പോവാണെന്നോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്നത്. കൂട്ടായ്മയ്ക്ക് പോവാണെന്നൊക്കെ പറയുന്ന ആളുകള് സാധാരണ കത്തോലിക്കിലുള്ള ആളുകളാണ്. സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ഒരിക്കല് സുവിശേഷ പ്രവർത്തനവുമായി കത്തോലിക്ക വിശ്വാസത്തിലുള്ള ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ 2 പ്രായമുള്ള അപ്പച്ചന്മാര് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ 2-3 ദൈവദാസന്മാർ സുവിശേഷം അവിടേക്ക് കടന്നില്ല. അപ്പോൾ അവരെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ വീടിന്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ വീട്ടുകാര് കത്തോലിക്കനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പെട്ടെന്ന് അവരോട് പറയാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച പദം, ഞങ്ങള് ഒരു കൂട്ടായ്മക്കാരാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പെന്തക്കോസ്തുകാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവര് നമ്മൾ പറയാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ കൂട്ടായ്മക്കാരാണെന്ന് പറഞ്ഞു. അപ്പോൾ അവര് ഞങ്ങളോട് പെട്ടെന്ന് ചോദിച്ചു, എന്ത് കൂട്ടായ്മയാന്ന് ചോദിക്കുമ്പോൾ, എന്താ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തന്നെ ആ ഒരു പ്രായമുള്ള അപ്പച്ചൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു, വല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ? അപ്പം വല്ലായ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയ്ക്കാണ് ഒരു വല്ലായ്മ എന്ന് പറയുന്നത്. ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്ത അവസ്ഥയാണ്. ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ഇല്ലായ്മ എന്ന് പറയുന്നത്. അപ്പൊ എന്നതുപോലെ തന്നെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ കൂടാൻ പാടില്ലാത്ത അവസ്ഥ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാനായിട്ട് ഒരുമിച്ച് കൂടാൻ പാടില്ലാത്തൊരവസ്ഥയ്ക്കാണ് കൂട്ടായ്മ എന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങളോട് പറയാനിടയായി. രസകരമായി ഞങ്ങൾക്ക് അത് തോന്നി. സ്തോത്രം. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ദൈവവുമായുള്ള ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തിനാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടായ്മക്കാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫെലോഷിപ്പിൽ വന്ന് പങ്കെടുക്കുന്ന സഹോദരന്മാരൊക്കെ കാണും.
പക്ഷെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധമല്ല, മറിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിനാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. പല ആളുകൾക്കും പാസ്റ്റർമാരുമായിട്ട് ബന്ധമുണ്ട്, വിശ്വാസികളുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത നൂറുകണക്കിന് ആളുകൾ ക്രൈസ്തവ പെന്തക്കോസ്ത് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഒത്തിരി നൂറുകണക്കിന് ദൈവദാസന്മാരുമായിട്ട് ബന്ധമുണ്ട്, നൂറുകണക്കിന് വിശ്വാസികളുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ ക്രിസ്തുവുമായി ബന്ധമില്ലാതിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ദൈവം നമ്മെ വിളിച്ചത് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മെ ദൈവം വിളിച്ചത്. എന്താണ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ? കൂട്ടായ്മയുടെ ആരംഭം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ആദവും ഹവ്വയുമായി വെയിലാറുമ്പോൾ ദൈവം അവരോട് കൂടെ നടക്കുന്ന ഒരവസ്ഥ. അപ്പം കൂട്ടായ്മ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ ദൈവം മനുഷ്യനോടുകൂടെ നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സ്തോത്രം. എന്നാൽ ആ കൂട്ടായ്മ കുറെ കാലങ്ങൾ നല്ല നിലയിൽ മുൻപോട്ട് പോയി. പക്ഷെ ആ കൂട്ടായ്മ അതിനകത്ത് വെച്ച് തന്നെ, ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നെ ആ കൂട്ടായ്മ നശിപ്പിക്കുകയാണ്. ആരാണ് നശിപ്പിച്ചത്? പിശാചാണ് നശിപ്പിച്ചത്. എങ്ങനെയാണ് കൂട്ടായ്മ പിശാച് നശിപ്പിച്ചത്? ഒരു കൂട്ടുകെട്ട് അവിടെ ഉണ്ടാക്കുകയാണ്. ആരുമായിട്ട്? ആദവും ഹവ്വയുമായിട്ട് സാത്താൻ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി. ആ കൂട്ടുകെട്ടിലൂടെ നഷ്ടപ്പെട്ടത് കൂട്ടായ്മയാണ്. അപ്പോൾ ഏതൊരു കൂട്ടായ്മയും നശിപ്പിക്കുന്നത് ചില കൂട്ടുകെട്ടുകളാണ്. പല സഭയ്ക്കകത്തും സഭയെ നശിപ്പിക്കുന്നത് ചില കൂട്ടുകെട്ടുകളാണ്. സ്തോത്രം. സഭയ്ക്കകത്ത് ദൈവദാസന്മാർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ബന്ധനങ്ങൾ അഴിച്ചുമൊക്കെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന പല ആളുകളും പിന്നീട് പല കൂട്ടുകെട്ടുകളായി മാറുക. അവിടെയുള്ള ഒന്നുകിൽ സെക്രട്ടറി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസികളുമായിട്ടായിരിക്കും. അങ്ങനെ ഒരു കൂട്ടുകെട്ടിലേക്ക് വന്ന് ദൈവദാസനെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിശ്വാസിക്കെതിരെയോ ആയി കൂട്ടുകെട്ട് വളർത്തിക്കൊണ്ട് വന്ന് അങ്ങനെ സഭയെ നശിപ്പിക്കുന്ന ഒത്തിരി, അല്ലെങ്കിൽ കൂട്ടായ്മകൾ നശിപ്പിക്കുന്ന ഒത്തിരി കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ സന്ദേശം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവസഭയ്ക്കകത്താക്കിയതിന്റെ പുറകിൽ ദൈവത്തിന്റെ സ്തോത്രം ഹിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആശയം എന്ന് പറയുന്നത് പ്രൈസലോട് ഒരു കൂട്ടുകെട്ടിനകത്ത് ഉൾപ്പെട്ട് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുവാനല്ല, മറിച്ച് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയ്ക്കകത്ത് ഉറച്ചു നിന്ന് ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ വേണ്ടിയ ഇന്ന് ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവം ക്രിസ്തുവിനോടുള്ള നിന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകെട്ടുകൾക്കകത്തും നീ അകപ്പെടരുത്, ഒരു ബന്ധങ്ങൾക്കകത്തും നീ അകപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഹൃദ്യമായി ഇടപെടുകയാ. നിന്റെ ആത്മിക ജീവിതം നശിപ്പിക്കുവാൻ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നിന്റെ അകത്തു നിന്ന് നശിപ്പിച്ചു കളയുവാൻ നിനക്ക് വിരോധമായി പിശാച് കൊണ്ടുവരുന്ന ചില കൂട്ടുകെട്ടുകളോട് ഹല്ലേലൂയ പോരാടി ജയിക്കുവാൻ കഴിയട്ടെ. നിന്റെ കൂട്ടായ്മയെ പൊളിക്കുന്ന, ദൈവവുമായി ക്രിസ്തുവുമായിട്ടുള്ള നിന്റെ ബന്ധത്തെ തകർക്കുന്ന ചില പോരിന്റെ വ്യാപാരങ്ങൾ ഇന്ന് ഹല്ലേലൂയ രാത്രി ദൈവാത്മാവ് തകർക്കുകയാ. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഒക്കെ ദൈവദാസന്റെ നേതൃത്വത്തിൽ വളരെ ആത്മാർത്ഥമായി ഇങ്ങനെ ഹല്ലേലൂയ സിയോൺ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സിയോൺ ഫുൾ ഗോസ്പൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഗൂഗിൾ മീറ്റിലൂടെ അതിശക്തമായ നിലയിൽ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ കൂട്ടായ്മ മുൻപോട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടായ്മയ്ക്കകത്ത് അതിന്റെ ദൈവപ്രവൃത്തി തകർക്കുവാൻ വേണ്ടി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ നോക്കുന്ന ചില പോരിന്റെ ശക്തികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറുകയാണ്. ഇതിങ്ങനെ ശക്തമായി മുൻപോട്ട് പോകാതിരിപ്പാൻ, ഈ കൂട്ടായ്മ അതിന്റെ അഭിവൃദ്ധിയിലേക്ക് വരാതിരിപ്പാൻ, ഇതിലൂടെ പലരും വിടിവിക്കപ്പെടാതിരിക്കാൻ, ഇതിലൂടെ പലരും കർത്താവിന് പ്രയോജനപ്പെടാതിരിക്കാൻ, കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കാൻ നോക്കുന്ന ചില വെല്ലുവിളികൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് പൊട്ടിച്ചു മാറ്റുകയാണ്. ദൈവദാസനെ പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, ഈ കൂട്ടായ്മയ്ക്കകത്ത് അതിശക്തമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാണ്. ശക്തന്മാരായ ദൈവവൃത്യന്മാർ പിന്നെയും ഈ ഹല്ലേലൂയ പ്ലാറ്റ്ഫോമിലൂടെ യേശുവിനെ പ്രസംഗിക്കാൻ പോകുന്നതിനകത്ത് അനേക രോഗികൾ സൗഖ്യമാകത്തക്ക നിലയിൽ, അനേക ബന്ധിക്കപ്പെട്ടവർ വീടുകളിൽ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ബന്ധനങ്ങൾ തകർക്കത്തക്ക നിലയിൽ ചില ദൈവ പദ്ധതികൾ ഇന്ന് രാത്രി പരിശുദ്ധപ്പെടുത്തുകയാ. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ശക്തമായി പരിശുദ്ധാത്മാവ് ചിലരെ ഹല്ലേലൂയ പ്രസംഗിക്കുന്നവരായി, അഭിഷേകത്തോടെ പ്രവചിക്കുന്നവരായി ഈ കൂട്ടായ്മയിലൂടെ തന്നെ ചിലരെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോകും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?
അടകനമനാദി അന്തൽഖമനകക്ഷസി. ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ദൈവത്തിന്റെ വിളിയാലുള്ള ആശ എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ആത്മാവിൽ ചുവട് വെക്കുവാൻ ചിലര് തയ്യാറായാൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ദൈവത്തിന്റെ നാവായി ദൈവം ചിലരെ ഉപയോഗപ്പെടുത്തുവാൻ പോകുകയാ. ദൈവം ചിലരെ ഉപയോഗപ്പെടുത്തുവാൻ പോകുകയാ. ഹല്ലേലൂയ. സരി എന്ന് പറയുന്ന ഹല്ലേലൂയ സിസ്റ്റർ ദൈവാത്മാവ് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ കാണുന്ന ആ സിസ്റ്റർ ദൈവാത്മാവ് പറയുന്നു, ദൈവാത്മാവ് അതിശക്തമായി ഉപയോഗപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. ശരീരത്തെ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്താൽ, അതരങ്ങളെ ദൈവത്തിനായി ഏൽപ്പിച്ചു കൊടുത്താൽ, അതിശക്തമായി സംസാരിക്കേണ്ടതിന് നാവിന്റെ ഗതികളെ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ തിരിക്കാൻ പോകുക. അഭിഷേകത്താൽ നിറഞ്ഞ ആത്മാവിൽ ചിലരോട് ദൂത് പറയത്തക്ക നിലയിൽ നാവിന്റെ ഗതികളെ ദൈവാത്മാവിന് മാറ്റുവാൻ പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചോ, സ്വർഗം ഉപയോഗിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു. അർഘമന ദീപന അത്തുന റഗക്ഷസി അമ്പൽ പ്രൗഢവൻ. ആ കൂട്ടായ്മകളെ പൊളിക്കാൻ നോക്കുന്ന, ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വലിച്ചു മാറ്റുവാൻ നോക്കുന്ന ചില ശത്രുവിന്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ ആത്മാവിൽ ചുവട് വെക്കണം കേട്ടോ. അങ്ങനെ ആത്മാവിൽ ചുവട് വെക്കുമെങ്കിൽ ദൈവം പറയുന്നു, ഈ ദിവസങ്ങളിൽ തന്നെ ഹല്ലേലൂയ എന്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്താൻ പോകുക. ശക്തമായ ആത്മീക നിയോഗങ്ങൾക്ക് വേണ്ടി കുടുംബമായി ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ പദ്ധതിയുണ്ട്. ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന നാളുകൾ ദൈവാത്മാവ് ഇടപെടുന്നു, ഏൽപ്പിച്ചു കൊടുത്തു. ദൈവം അതിശക്തിയോടെ പ്രയോജനപ്പെടുത്തുമെന്ന് ആത്മാവ് പറയുകയാണ്. ശബന ഹതുരി അർഘനാദാന പ്രൗഢമന. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വിളിയാലുള്ള ആശയത്തെ കുറിച്ച് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവനിയോഗത്തിന് ചുവട് വെച്ചു. ദൈവം നിന്റെ കുടുംബത്തിന്റെ ഗതി മാറ്റാൻ പോകുകയാണ്. ദൈവം നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റാൻ പോകുകയാണ്. ആടിതുവരെ വെളിപ്പെടാത്ത ചില നന്മകളാൽ ദൈവം നിറയ്ക്കുവാൻ പോകുന്നു. കുടുംബത്തിന്റെ അകത്ത് നന്മകളാൽ ദൈവം മാനിക്കാൻ പോകുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തു. സർവശക്തിയുള്ള ദൈവത്തിന്റെ കരം വെളിപ്പെടുമെന്ന് ആത്മാവ് ഇടപെടും. ഞാൻ പറയുമ്പോൾ തന്നെ പെടലിയുടെ ഭാഗത്ത്, കരുത്തിന്റെ ഭാഗത്ത് വേദനയിട്ടുകൊണ്ട് പെടലി കഴിക്കുന്നത് പോലെ ചില സമയങ്ങളിൽ പ്രയാസം വരുത്തുന്ന ചില വെല്ലുവിളികൾ ദൈവാത്മാവ് ഇടപെടുന്ന കേട്ടോ. ആരോഗ്യ പ്രശ്നങ്ങൾ ശരീരത്തിന് വരുത്തുന്ന, പുറം കഴിക്കുന്നത് പോലെ കൈയുടെ തോള്, ഷോൾഡറിന്റെ ഭാഗത്ത് പെയിൻ ഇട്ടുകൊണ്ട് കൈയടിച്ച് ആരാധിക്കുവാൻ കഴിയാത്ത നിലയിൽ ആത്മീകതയെ പിടിച്ചൊതുക്കുന്ന ചില വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ അതിനെ അതിജീവിപ്പാൻ ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ ബുദ്ധി ഉപദേശിക്കുന്നു കേട്ടോ. ശക്തമായി മുൻപോട്ട് വരുമ്പോൾ ചില വെല്ലുവിളി കാലിന്റെ വീടിനകത്ത് ഞാൻ പറയുമ്പോൾ സഹോദരി, വീടിനകത്ത് കാലിന്റെ തുടയുടെ മസിലിന്, കാലിന്റെ ഞരമ്പിന് പ്രയാസമുള്ളാരോ ദൈവാത്മാവിന്റെ രാത്രി ഇടപെടുന്നു കേട്ടോ. കാലിന്റെ തുടയുടെ മസിലും ഞരമ്പുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളുള്ള വ്യക്തികൾ വീടിനകത്ത് ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് രാത്രി സമർപ്പിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ആ കാലിന്റെ മസിലും ഞരമ്പുമായുള്ള പ്രയാസത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊട്ടിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ ശക്തി ആ വീടിനകത്ത് വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. അടകേ മനക ക്ഷന്തുന റകൽക്കമാനകം. നിന്റെ വീടിന്റെ അവസ്ഥ, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ, കുടുംബജീവത്തിന്റെ അവസ്ഥകൾ ദൈവാത്മാവ് മാറ്റി ആദരിക്കാൻ പോകട്ടോ. താണിരുന്നു പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിക്കൂ. ഹല്ലേലൂയ. എതികൾ ഞാൻ മാറ്റിമറിക്കുന്ന ദൈവമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. വിമനം ശംഭുനം ഗമനകനകസി അമ്പൽ പ്രൗഢകാറകൽ കമാനകശസിയ. യേശുവിന്റെ അധികാരത്തിന്റെ മഹത്വം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവന്റെ വിളിയാറുള്ള ആശ. ഒന്നാമത്തെ ആശ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കാൻ ദൈവം വിളിച്ചത്. 1 യോഹന്നാൻ 1:3 പറയുന്നു, നമുക്ക് കൂട്ടായ്മയുള്ളത് പിതാവിനോടും പുത്രനോടുമാണ് നമുക്ക് കൂട്ടായ്മയുള്ളത്. യേശുവിനോട് മാത്രമല്ല, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണ് നമുക്ക് കൂട്ടായ്മ. ആ കൂട്ടായ്മ ബന്ധം കൃത്യമായി പാലിച്ചു മുമ്പോട്ട് പോയാൽ അങ്ങനെയുള്ളവരാണ് ദൈവത്താൽ മാനിക്കപ്പെടുവാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ വിഷയം ഞാൻ പറയാം. ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനാണ്. ദൈവം നമ്മെ വിളിച്ചത്. സ്തോത്രം. 1 പത്രോസ് 3:9 പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരാകുവീൻ. സ്തോത്രം. അങ്ങനെയാണ് ബൈബിൾ പത്രോസ് പറയുന്നത്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പലപ്പോഴും അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കാറുണ്ട്, അനുഗ്രഹങ്ങളെ കുറിച്ച് ധാരാളം ആലോചനകൾ കേൾക്കാറുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ദൈവം നമ്മെ വിളിച്ചത് തന്നെ അനുഗ്രഹം അനുഭവിക്കാനാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് അബ്രഹാമിന് കൊടുക്കുന്ന വാഗ്ദത്തങ്ങൾ അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങളാണ്, അനുഗ്രഹം അനുഭവിക്കാനാണ്. എന്നാൽ എഫേസ്യ ലേഖനം 1:3 പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും. ഏതാണ് അനുഗ്രഹം?
ഒന്നാമത്തെ അനുഗ്രഹം ആത്മിക അനുഗ്രഹങ്ങളാണ്. ആത്മികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ നാം തയ്യാറാകുമ്പോഴാണ് ഭൗതികമായ അനുഗ്രഹങ്ങൾ നമ്മെ തേടി വരുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ഈ തലമുറയിലെ ശാപം എന്ന് പറയുന്നത് ആത്മിക അനുഗ്രഹത്തെക്കാൾ അധികം ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആളുകൾ മുൻപോട്ട് പോകുന്നത് കൊണ്ട് പലർക്കും വേണ്ടതുപോലുള്ള സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. കാരണം അവർ ആത്മികമായി മുൻപോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവമക്കളുടെ ആത്മാവിൽ ഞാൻ പറയാം, ആത്മിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, കൃപാവനങ്ങൾക്ക് വേണ്ടി, അഭിഷേകത്തിനു വേണ്ടി, അന്യഭാഷയിൽ നിറയുവാൻ വേണ്ടി, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി, മണിക്കൂറുകൾ വേദപുസ്തകം ധ്യാനിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ കർത്താവ് പറയുന്നു, നമ്മുടെ ഭൗതിക സാമ്പത്തിക മേഖലകളുടെ ലെവലുകൾ ദൈവാത്മാവ് മാറ്റാൻ പോകുകയാണ്. സാമ്പത്തിക ലെവലുകൾ ദൈവം മാറ്റാൻ പോകുകയാണ്. ഇന്ന് രാത്രി സാമ്പത്തികമായ ലെവലുകൾ നമ്മൾ മാറണമെങ്കിൽ ദൈവം പറയുന്നു, ആത്മികമായ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങണം. ശരി, ദൈവാത്മാവ് പറയുന്നു കേട്ടോ, ഇരുവശങ്ങളിൽ ഒരു ആത്മികമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറായാൽ, ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ നിയോഗത്തിന് വേണ്ടി, നിറവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാമെങ്കിൽ ദൈവം പറയുന്നു, നിന്റെ സാമ്പത്തിക മേഖലകൾക്കകത്ത് ആളിത്രയും ഉണ്ടാകാത്ത ചില അഭിവൃദ്ധി ദൈവം നൽകാൻ പോകുകയാണ്. ചില ശൂന്യതകളെ ദൈവം മാറ്റാൻ പോകുകയാണ്. പത്രോസിനോട് ദൈവം പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി നീ വലയിറക്ക്. രാത്രി മുഴുവൻ അധ്വാനിച്ചവൻ, മുഴുവൻ പതിവ് പോലെ അധ്വാനിച്ചവന്, അല്ലെങ്കിൽ പതിവിൽ കൂടുതൽ അധ്വാനിച്ചവന്, പക്ഷെ ഒന്നും ആ രാത്രിയിൽ കിട്ടിയില്ല. പടക് ശൂന്യമായിരുന്നു കേട്ടോ. അധ്വാനിച്ചിട്ടൊരു നന്മയില്ല എന്നാ കർത്താവ് കാണിക്കുന്നത്. ദൈവാത്മാവ് പറയുന്നു, പടക് ശൂന്യമാകട്ടോ. എന്നാൽ പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീ വലയിറക്ക്. അവൻ പറഞ്ഞു, സ്തോത്രം, അവിടുത്തെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞവൻ വലയിറക്കിയപ്പോൾ വല കീറിപ്പോകുമെന്ന് തോന്നുന്നത് പോലെ പെരുത്ത മീൻകൂട്ടം ശമന റിമനകശസിയ ഒരു പെരുത്ത മീൻകൂട്ടം വലയ്ക്കകത്ത് വരാൻ പോകും കേട്ടോ. ശൂന്യമായ പടകും വലയും കർത്താവ് നിറയ്ക്കാൻ. ഭൗതിക മേഖലയിലെ ചില ശൂന്യതകൾക്കകത്ത് ഷെബിൻ ബ്രദറെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നു. ഉടകരകനകക്ഷ നിന്റെ സാമ്പത്തിക മേഖലകളിൽ ഒരഭിവൃദ്ധി ദൈവം തരാൻ പോകട്ടോ. ക്ഷയിപ്പിക്കുന്ന, ഒതുക്കുന്ന, ഞെരുക്കുന്ന ചില ശത്രുവിന്റെ വെല്ലുവിളികൾ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവാത്മാവനോട് ഇങ്ങനെ പറയുകയാ, ഉദരസംബന്ധമായി നിന്നെ ബന്ധിച്ച് ഒരു തരത്തിലും നീ രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് ഹല്ലേലൂയ വെല്ലുവിളിച്ച് ബന്ധിച്ച ചില വെല്ലുവിളികൾ ദൈവത്തിന്റെ ആത്മാവ് ദാസനെ ശക്തമായി ഇടപെടുന്നു കേട്ടോ. ഒരു തരത്തിലും നിന്റെ തല ഉയരരുത്, ഒരു തരത്തിലും നീ ഒരു അഭിവൃദ്ധി പ്രാപിക്കല്, നീ അധ്വാനിച്ചൊരു നന്മ കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഭക്ഷണത്തിലൂടെ നിന്റെ ഉള്ളിൽ നീ പോലും അറിയാതെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുന്ന ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ കെട്ടുകളെ കർത്താവ് പൊട്ടിച്ച് നീ പ്രതീക്ഷിക്കാത്ത ചില മേഖലയിൽ നിന്റെ കാല് ദൈവം ചവിട്ടിക്കാൻ പോകുകയാണ്. കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, നീ പോകാത്ത ചില രാജ്യങ്ങളിൽ ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ്. അന്തൽ വൈഡമനകശസി ഉടകരകനകമനാഥിയ ഇതുവരെ പോകാത്ത ചില രാജ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഷെബിന് വേണ്ടി പരിശുദ്ധാത്മ ഓപ്പൺ ആകുന്നു കേട്ടോ. 2024 ഒരു വിശാലതയുടെ വർഷമായി ദൈവാത്മ പ്രഖ്യാപിക്കുക. പ്രാർത്ഥിച്ച് ദിവസങ്ങളിൽ ഉണരാൻ തയ്യാറായിക്കൂ. ആത്മാവിൽ ചലിക്കാൻ തുടങ്ങിക്കൂ. സ്തോത്രം പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിക്കൂ. ശൂന്യതകൾക്കകത്തൊരു നിറവ് ദൈവം കാണിക്കുന്നു. കുടുംബ നിമിത്തം രക്ഷപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ ജീവിതത്തിന്റെ ഗതികർത്താവ് മാറ്റാൻ പോവുകയാണ്. അല്ലെങ്കിൽ നന്മകൾ അധികം നിറയ്ക്കാൻ പോവുകയാണ്. ഭാവിയുടെ ദൈവത്തിന്റെ തീരുമാനങ്ങൾ കൽപ്പിക്കാൻ പോവുകയാണ്. ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് കുടുംബത്തെ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. അത് 2024 ഒരു പുതിയ തലത്തിലേക്ക് ദൈവം നിന്റെ പടകിനെ, നിന്റെ കുടുംബത്തെ നയിക്കാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ശക്തമായ ദൂത് കൈമാറുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ കരം ഇടപെടുവാൻ പോകുകയാണ്. അപ്പം ദൈവം നമ്മെ വിളിച്ചതിന്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചത്. അനുഗ്രഹം അനുഭവിക്കാനാണ് കർത്താവ് വിളിച്ചത്. അപ്പോൾ അത് അനുഭവിക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് വേണ്ടി സംഭവിക്കുക തന്നെ ചെയ്യും.
ഹല്ലേലൂയ. ജിജോ എന്ന് കാണുന്ന ജിജോ എന്ന് കാണുന്ന പേര് ആ കുടുംബത്തിന്റെ അകത്ത് ദൈവാത്മാവ് പറയുന്നു ചില പുതിയ പ്രവർത്തികൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. അർഘമനഗമനഗരഘടകം ചില പടകും വലയുമായി അധ്വാനിച്ചിട്ടൊരു നന്മയിൽ, അധ്വാനിച്ചിട്ടൊരു വിടുതലിൽ ദൈവാത്മാവ് പറയുന്നു ചില നന്മകൾ, ആത്മാക്കളെ ദൈവാത്മാവ് തരുന്നതായി കർത്താവ് പറയുന്നു കേട്ടോ. ആത്മീകമായ ഒരു വിടുതല കുടുംബത്തോട് ദൈവം പറയും. ശുശ്രൂഷാപരമായ ചില ദൈവപ്രവർത്തികളെ കർത്താവ് കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങളുടെ ചില നന്മകൾ ആ കൂടാരത്തിൽ വരാൻ പോവാം. പ്രതീക്ഷിക്കാത്ത ബന്ധങ്ങൾ ദൈവം തരാൻ പോവാം. പ്രതീക്ഷിക്കാത്ത വ്യക്തികളുമായുള്ള ചില ബന്ധങ്ങൾ ദൈവാത്മാവ്, ആ ബന്ധങ്ങളിലൂടെ നന്മകൾ കൂടാരത്തിൽ വരാൻ പോകുക. തലമുറകൾ രാജ്യങ്ങളിൽ കാലുചവിട്ടാൻ പോകുകയാണ്. ശുശ്രൂഷാപരമായ ചില ശൂന്യതകൾ മാറാൻ പോകുകയും ആത്മാക്കളെ ദൈവം തരാൻ പോകുകയാണ്. റീമന ശമനഗനഘട അനുഗ്രഹം അനുഭവിക്കാനാ വിളിച്ചിരിക്കുന്ന കുടുംബത്തോട് ദൈവാത്മാവ് പറയും. അനുഗ്രഹം അനുഭവിക്കാൻ തന്നെ കർത്താവ് വിളിച്ചു. ആത്മീകമായ ചില മുന്നേറ്റങ്ങൾ ഈ നാളുകളിൽ വെളിപ്പെടുന്നു. പലപ്പോഴും ഒതുങ്ങുന്ന ചില വെല്ലുവിളികൾ ഇട്ട് മുന്നേറ്റങ്ങളെ തടുക്കുന്ന ചില മേഖലകൾ ദൈവാത്മാവ് കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് പറയുന്നു ചില വിശാലതകൾ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ചില ദൈവപ്രവർത്തികൾ ആ കൂടാരത്തിൽ നടക്കാൻ പോകുകയാണ്. അന്തജാന അർഘമനഗക്ഷസി ശുശ്രൂഷാപരമായ വിശാലതകൾ, സാമ്പത്തികമായ ചില പുതുവഴികൾ, തലമുറകൾ നന്മ അനുഭവിക്കുന്നു. തലമുറകൾ ചില രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കും. ആ നിലയിൽ ചില മാന്യതകൾ കുടുംബത്തിന്റെ അകത്ത് കർത്താവ് അയക്കുന്നതായിട്ട് ദൈവാത്മാവ് ഇടപെടുന്നു. അനുഗ്രഹം അനുഭവിക്കാൻ പോകെ കേട്ടോ. കാലമിത്രയും കാത്തിരുന്ന ചില നന്മകൾ കൂടാരത്തിൽ ദൈവാത്മാവ് നൽകുമെന്ന് ആത്മാവ് പറയും. പുതിയ പുതിയ ചില നന്മകൾ വീട്ടിലേക്ക് വരിക. പുതിയ നന്മകൾ അത് സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി ആ കൂടാരത്തിൽ നടക്കും. യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ നടക്കട്ടെ. ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. അമ്പൽ ഖമാനകം ശമനേരകത്തുരി ഉടകൽ ഖമനകക്ഷസിയ വൈശ്യ പ്രൗഢജാരഹംദന റിഗൽഖനാദിയ അംബനെ റീമാനാദൂരകക്ഷസി യേശുവിൻ നാമം. മൂന്നാമത്തെ ഭാഗം 1 കൊരിന്ത്യർ 7:15 പറയുന്നു, സമാധാനത്തിൽ ജീവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചത്. സമാധാനത്തിൽ ജീവിപ്പാൻ. റോമർ 16:20 പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽക്കീഴെ ചതച്ചുകൾ. ഗലാത്യർ 5:22 മുതൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. മത്തായി 5 പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവോത്തരന്മാരെന്ന് വിളിക്കപ്പെടും. യേശു പറഞ്ഞ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. സമാധാനത്തിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. സമാധാനം കെടുത്തുന്ന, സ്വസ്ഥത കെടുത്തുന്ന ചില പോരുകൾ സമാധാനത്തിൽ ജീവിക്കാനാണ് ദൈവം വിളിച്ചത്. പക്ഷെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളെ ഇന്ന് രാത്രി ചില കൂടാരങ്ങളിൽ നിന്ന് ദൈവാത്മാവ് തകർക്കുകയാ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ബിന്ദു ബാബു ദൈവാത്മാവ് കുടുംബത്തെ നോക്കി പ്രവചിക്കുന്നു. ശമരതരകമനകക്ഷസിയ ദൈവം നിന്നെ വിളിച്ചത് സമാധാനത്തിൽ ജീവിപ്പാനാ കേട്ടോ. സ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ടിയാ, നന്മ അനുഭവിക്കാൻ വേണ്ടിയാ ദൈവം ജീവിച്ചു. എന്നാൽ പലപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ട് സമാധാനം കെടുത്തുക പിശാച്. സന്തോഷം അനുഭവിക്കാനായിട്ട് പിശാച് സമ്മതിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാണ്, സാമ്പത്തിക വിഷയങ്ങളാണ്, കുടുംബത്തിന്റെ വിഷയങ്ങളാകാം. ഒന്ന് മാറി അല്ലെങ്കിൽ ഒന്ന് മാറുമ്പോൾ മാറി എന്ന് കരുതി പിന്നെയും അടുത്ത് ഒന്ന് മാറി കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥത കെടുത്തി, സമാധാനം കെടുത്തി, ഐക്യത കെടുത്തി കയറി വരുന്ന ചില ശത്രുവിന്റെ വെല്ലുവിളികൾ ദൈവത്തിന്റെ ആത്മാവ് ദാസിയെ സമാധാനത്തോടൊരു നിമിഷം പോലും മുന്നോട്ട് സമ്മതിക്കത്തില്ലെന്നാണ്. വാതി കെട്ടി കയറി വരുന്ന ചില ശത്രുവിന്റെ വെല്ലുവിളികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് കൂടാരത്തിൽ നിന്ന് വേര് മറിച്ചു കളയുന്നത് പോലെ ദൈവാത്മാവ് വേര് മറിക്കുക കേട്ടോ. കർത്താവ് പറയുന്നു, സ്തോത്രം, ഈ ദിവസങ്ങളിൽ ചില ദൈവപ്രവർത്തികൾ കുടുംബത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒത്തിരി ദിവസങ്ങളിൽ കരയുന്നുണ്ട്, ഒത്തിരി നിലവിളിക്കുന്നുണ്ട് കേട്ടോ. കണ്ണുനീരിന് ഒരു മറുപടി കുടുംബത്തിൽ വരാൻ പോകും. ചില നാളുകളായി ദൈവസന്നിധിയിൽ വെച്ച് കരയുന്ന ചില സങ്കടങ്ങളിൽ ദൈവം ഇറങ്ങി വരാൻ പോകും. അന്തൽ ഖമാനകക്ഷസ് ഹൃദയത്തെ തകർക്കുന്നത് പോലെ
വാക്കുകൾ കൊണ്ട്, ഇടപാടുകൾ കൊണ്ട് ഹൃദയം തകർക്കുന്നത് പോലെ കയറി വരുന്ന ചില ശത്രുവിന്റെ വെല്ലുവിളികൾ ആത്മാവ് ഇടപെട്ടു. ദാസിയെ സമർപ്പിച്ചു. ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്റെ അവസ്ഥകൾക്കകത്ത് മാറ്റം വരും. ചില പുതുവഴികൾ ഞാൻ തുറക്കും. കർത്താവ് പറയും, ചില പുതുവഴികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകും. നിന്റെ കുടുംബം ഒരു അഭിവൃദ്ധിയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരും. ഇതുവരെ വെല്ലുവിളിച്ച ചില വെല്ലുവിളികൾ, സമാധാനം കെടുത്തക്കതിൽ കയറി വരുന്ന ചില ദേശത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പൊട്ടിച്ചു മാറ്റുന്നു. വചനം അയച്ചവൻ വിടിവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കുടുംബത്തിനകത്ത് ചില നന്മ പ്രാപിച്ചു. ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. ആത്മീക വിടുതലുകൾ ഞാൻ കൈമാറാൻ പോവുകയാണ്. ദിവസങ്ങളിൽ ചില സമയങ്ങൾ വേർതിരിച്ച് എന്റെ പാതപീഠത്തിൽ മുട്ടുമടക്കുമെങ്കിൽ ആത്മാവ് പറയുന്നു, ഞാൻ നിന്റെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഞാൻ നിന്റെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ദൈവം പറയുന്നു കേട്ടോ, സമാധാനത്തിൽ ജീവിക്കാനാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. സമാധാനം കെടുത്തുന്നത് ഏത് മേഖലയിൽ നിന്നാണ്, ആ മേഖലയുടെ കര ഞാൻ വെളിപ്പെടും. ചില വിടുതലുകൾ ഞാൻ അയക്കും. ഈ ദിവസങ്ങൾ ഇതുവരെ കാണാത്ത സ്വസ്ഥതയും സമാധാനം, ആത്മിക ഭൗതിക നന്മകൾ കൊണ്ട് ആസിയെ ഞാൻ നിന്നെ നിറയ്ക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം മാനിക്കാൻ പോകുക. ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചെഴുന്നേറ്റു. കർത്താവിന്റെ നന്മ കാണുവാൻ പോകുക. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ച് അവന്റെ വിളിയാലുള്ള ആശ 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. 1, ദൈവം വിളിച്ച നമ്മെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയ്ക്കാണ്. 2, അനുഗ്രഹം അനുഭവിക്കാൻ അവൻ നമ്മെ വിളിച്ചു. 3, സമാധാനത്തിൽ ജീവിക്കുവാൻ. 4, ദൈവം നമ്മെ വിളിച്ചത് 1 പത്രോസ് 2:9 വിളിച്ചവന്റെ സൽഗുണങ്ങളെ സൂക്ഷിപ്പാനാണ് ദൈവം വിളിച്ചത്. 5-ാമത്തെ കാര്യം പറയുന്നു, 2 കൊരിന്ത്യർ 11:23 മുതൽ 28 വരെ കഷ്ടം സഹിക്കാനാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. 6-ാമത്തെ കാര്യം 1 പത്രോസ് 1:14 മുതൽ